മുത്തത്തിൻ്റെ പക്ഷേ ആറടി മണ്ണിൻ്റെ മാമിയേ ഈടായിട്ടേ കുളിച്ച് കഴിഞ്ഞാൽ നേരെ തലവർത്തിയിലെങ്കിലും ഉണ്ടല്ലോ അപ്പോഴും നിർദോഷം വരും. രാഷ്ട്രീയ പൊടി ഇരിക്കുകയാണ്? ഇല്ല, കുറച്ച് മുളക് പൊടി ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഈടായിട്ട് മാമി ഭയങ്കര കൗണ്ടറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. കനകം എന്തിനു വായി നിൽക്കുന്നത്? അടുക്കളോട് ചെറിയ ദോശ എടുത്തോണ്ടോ, ഉഴുന്ന് പൊടിയാ, വെളിച്ചെണ്ണേ, ചമ്മന്തി അന്തരം ചേട്. ആ പിന്നെ കട്ടൻ ചായ വേണ്ട, ചായ മതി, കടുപ്പത്തിലിട്ട് ചൂടോട് കൊണ്ടുതരേണ്ട. കനകം അവിടെ നിന്നേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നീ ഇപ്പൊ ഈ ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? അങ്ങളെ ശരിക്കും എന്തിനാണ് പ്രശ്നം? പ്രശ്നം എന്താ നിനക്ക് അറിഞ്ഞു വരടാ? അവ സ്റ്റാറ്റസ് ഇടാൻ പോയിരിക്കുന്നു എന്റെ ഭാര്യയ്ക്ക്. കനകം എന്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കുന്നതും കനകം എന്റെ വായിൽ എടുത്ത് കേക്ക് വെച്ചിരുന്നതൊക്കെ അവിടെ കരുതി വിളിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആ പ്രശ്നം ഇതുവരെയായിട്ടും തീർന്നില്ലേ? ഞാൻ പുഷ്പലത ആന്റി വിളിക്കണ? നീ വിളിച്ചല്ലേ അവസാനം ഞാൻ നിന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു പറയൂടാ. ഞാൻ കൂപ്പിട്ട് പേസറേണ്ടാ? എന്റെ പൊന്നെ വേണ്ട, വെട്ടാൻ പറഞ്ഞ പോത്തിന്റെ അടുത്ത് പിന്നെയും വേദ ഓതാം. അവള് കളിതുള്ളി വന്നോണ്ടല്ല പിന്നെ പിടിച്ചാ കിട്ടൂല. എടാ, അത് അവളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നില്ലയോ? നമുക്കെല്ലാരും കൂടെ സംസാരിക്കുമ്പോ അങ്ങ് ശരിയാവും. എടാ, അതിന് നീ ബാഗും പൊക്കണമൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? മാമി എന്തിനു പറയണത്? അവള് വിളിച്ച് വീടിന്റെ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി അവള് വാടക കൊടുക്കൂല, എന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന്. അഥവാ മാറ്റിയില്ലെങ്കിൽ അവള് കേസ് കൊടുക്കുന്നു ഓണറെ പേരിൽ. എനിക്ക് അയാൾ എന്തൊരു ഒത്താശ ചെയ്തു തന്നു അവിടെ. സംഗതി അവിടെ വരെ എത്തിയാ? ഓഹോ, അറിഞ്ഞില്ലല്ലേ? പാവം ഭാസ്യങ്ങള് വീടില്ലാത്താനാവില്ല. കേശോട്ടാ, എന്ത് ചെയ്യും? ഭാസ്യങ്ങളെ, അങ്കിളുടെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലായി. പുഷ്പലത ആന്റി ഒരു പോത്താണ്. ഈ വെട്ടാൻ നിൽക്കണ പോത്തിനടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല ആസാന. അപ്പോ നീ കുറച്ച് സമയം വേണ്ടവരും. അങ്കിൾ അതുവരെ ഒന്ന് പിടിച്ചേക്ക്. നീ ഒരു കാര്യം ചെയ്, പ്രാവച്ചമ്പലത്ത് അമ്മയുടെ അടുത്ത് എന്നേക്ക് അങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മതി. അമ്മ അവിടെ ചൂല് ചാണകത്തെ മുക്കി വെച്ചിരിക്കണത് എന്നെ അടിക്കായി. അവിടെ നാട്ടിൽ മൊത്തം പാട്ടായി. പറയണെന്നറിയാമോ, ഞാൻ ഏതോ തമിഴത്തെ വിളിച്ചോണ്ട് ജീവിക്കണം. തമിഴത്തിയാ? യാരെന്താ തമിഴത്തി? എന്താ എന്ന് പറഞ്ഞാൽ നിനക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണ്ടായോ? ഓ, പാവം ഭാസ്യങ്ങള് കൊട്ടാരം പോലത്തെ വീടിൽ കിടന്ന മനുഷ്യനാ. ഇപ്പൊ കയ്യിരിപ്പ് കാരണം പെരുവഴിയായി. കേശോട്ടാ, എന്തോ പറയലോ, മാള് പുറത്ത് കേറിയാ? ഓ അത് ആ, മളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. 2-4 നീട്ടി പാടാ അങ്ങോട്ട് പാടി പോണവൻ. ഐഡിയ താമസിക്കാനൊരു സ്ഥലം. കിട്ടിപ്പോയി. വാസികളെ, നല്ല പെർഫെക്റ്റ് സ്ഥലം കിട്ടി. നമ്മുടെ പാറമടയുടെ സൈഡിലുള്ള ഷെഡില്ലേ, അങ്ങനെ അവിടെ താമസം തുടങ്ങിക്കോ. അത്യാവശ്യം തട്ടിക്കൂട്ട് വരികയൊക്കെ ചെയ്താൽ മതി. എന്തായാലും ഒരാൾക്കിടക്കുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ വെള്ളത്തിന്റെ കേസ് കുളിക്കാനൊക്കെ ഉള്ളു. പാറമട കിടക്കല്ലേ, എടുക്ക സിമ്പിൾ. പിന്നെ உங்களுக்கு ஏதா பாத்தனம் எல்லாம் தேவை இருந்ததுன்னா சொல்லுங்க, நான் கொடுத்து அனுப்புறேன். എടാ, അവിടെ ഭയങ്കര കൊതുകല്ലയോ? അതിനിപ്പോ എന്താ പ്രശ്നം? ഒരു കൊതുകുതിരി മേടിക്കുക, തലയ്ക്കും പത്ത് കത്തിച്ചോക്ക, കാലിൽ എവിടെയും കത്തിച്ചോക്ക, പ്രോബ്ലം സോൾവ്. ഒരു വാഴ എടുത്ത് കിടത്തറ തന്നെ, എന്നിട്ട് തലയ്ക്കും കാക്ക ഒരു തേങ്ങ പൊട്ടിച്ച് പോയി വച്ചിട്ട് കത്തിരി. അങ്ങളിപ്പോ ധൃതി പിടിക്കുക അങ്ങളെ. അല്ല, ഞാൻ പറയാൻ പറഞ്ഞ കാര്യം കേക്ക് ഫുള്ള്. ഇപ്പൊ അങ്കിളിനോട് താമസിക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു ഷെഡിൽ ഒരു പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അത് തുടങ്ങി കഴിയുമ്പോൾ അങ്കിൾ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പൊ ഏജ് പോക്കണം. എങ്ങോട്ട്? അപ്പുറത്ത് വേറെ ഷെഡ് ഉണ്ട്, അവിടെ താമസിക്കാം. അവിടെ നിങ്ങൾ വല്ല പരിപാടി തുടങ്ങിയാ അവിടെ നിന്ന് കഴിച്ചു പോകണം. പോടാ അങ്ങോട്ട്. അപ്പൊ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആരും ഇനി ഒരു ഐഡിയയും പറയണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. ഓ, എന്ത് ഭയങ്കര അതിശയം. എല്ലാരും കൂടെ ഒപ്പിച്ച പണിയല്ലേ. ഞാൻ തണ്ട എന്റെ അളിയന്റെ റൂമിൽ കിടന്നോളാം, ആ സോഫയിൽ കിടന്നോളാം. പിന്നെ എനിക്ക് 3 നേരം ആഹാരം തരണമെന്ന് ഞാൻ പറയണില്ല. 2 നേരം നല്ല സുഭിക്ഷമായിട്ട് തന്നാൽ മതി. പിന്നെ 3 നേരം തരണമെന്ന് നിർബന്ധമാണെങ്കിൽ തരാം. ഒരു മിനിറ്റ്, ഈ ഷർട്ട് കുട്ടുമാമന്റെ ഷർട്ടാണല്ലോ. ഞാനും ആലോചിച്ചത് ആരേടെ കുട്ടുവിന്റെ. അവിടെ ഇരുന്ന് ഈ തോർത്താരെ കഴിവിടെ ഭയങ്കര സ്മെല്ല്. അച്ഛന്റെ. അയ്യോ അമ്മ. കനകം, ഉച്ചയ്ക്ക് അങ്ങനെ മീനൊക്കെ ഉണ്ടാ? അവനിനി ഇവിടെ താമസിക്കാൻ പോന്നേ? അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞേ? നന്നായിരിക്കും. നന്നായിരിക്കും.
കനകാന്റി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആന്റിക്ക് ഇപ്പോഴും ബാസ്യങ്ങളും പുഷ്പലത ആന്റിയോടുള്ള പ്രശ്നം തരുന്നത് മനസ്സിലായില്ല? ஓ தெரியுமே. ആ എന്തൊരു அவங்க ஹாப்பி வெட்டிங் ஆனிவர்சரிக்கு தனியா கேக் முறிச்சது தானே பிரச்சனை. ബാസ്യങ്ങൾ ഒറ്റയ്ക്ക് കേക്ക് കുറിച്ചാണ് പ്രശ്നം എന്നാണ് ആന്റി വിചാരിച്ചു വെച്ചേക്കണേ. ஆமா. ഡേയ് വലിയ കമ്പിളി ഇറങ്ങിയുണ്ടോ? എന്തിന്? അവിടെ നിൽക്കല്ലേ, ഓ ഒരെണ്ണം പറിച്ച് ഇതിന്റെ വായി കയറ്റി വെച്ചു കൊടുക്കും. എന്താടേ ഇത്, വിളിച്ചോണ്ട് പോടേ. ഞാനാ ഒരു സാധനം. அது என்ன அவர் அப்படி சொன்னாரு?